ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആഷ് ടൈംസ്. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എന്നാണ് അതിനുള്ള ടൈം അയക്കുന്നത്. സോ തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. സോ നമ്മൾ എന്തിനാ വെറുതെ സീക്രട്ട് ആയിട്ടൊക്കെ വെക്കുന്നത്. സോ ടുഡേസ് വീഡിയോ ഈസ് അബൌട്ട് ഡെസേർട്ട് സഫാരി. And now we are in Dubai. എൻ്റെ കൂടെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഹായ് അമ്മു. This is my sister. Hello Bara. Hello. This is my papa. Hello Bara. And mommy. Hi. So നമ്മളുടെ ബേസ് ക്യാമ്പ് അതിനുള്ളിലേക്കാണ് പോകേണ്ടത്. നമ്മളപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ കാണുന്നതാണ്. അയ്യോ, ആരും ഒന്നും വിചാരിക്കില്ല. നമ്മുടെ പോകുന്ന വഴി അങ്ങനത്തെ വഴിയാണ്. അവിടെ ആ വണ്ടിയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, അതാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. നമ്മളപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ബേസ് ക്യാമ്പിലെത്തി പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളങ്ങനെ നല്ല ചൂടുണ്ട് ഗൈസ്. അമ്മച്ചി മുടിക്കത്ത ചൂട്, നല്ല കാറ്റുണ്ട് എൻ്റെ മുടി. ഗൈസ് നമ്മളങ്ങനെ ബേസ് ക്യാമ്പിലെത്തി. ഇവിടെ ഭയങ്കര ഒട്ടും സഹിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ് ഗൈസ്. ഈ സൺഗ്ലാസ് നമ്മൾ എങ്ങനെ മാറ്റിയാൽ കണ്ണു പോലും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ചൂടുണ്ട്. അതാണ് മുടിയൊക്കെ, പക്ഷെ കാറ്റുമുണ്ട്, മുടിയൊക്കെ നല്ല രീതിയിൽ പറക്കുന്നു. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചത്. നമുക്ക് ഇവിടുന്ന് അടുത്ത ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമുക്കിവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, കോൾഡ് വാട്ടർ. നൈസ്. മമ്മി അമ്മവും ക്യാമലിൽ കയറാൻ പോവാണ്. നൈസായിട്ട് ഞാനൊന്ന് പേടിച്ച് നടക്കുക. നമുക്ക് കിട്ടിയ വെള്ളമൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വന്നേക്കാണ്. ക്യാമൽ റൈഡിങ്. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow. Let the breeze tell us where to go. Every step. അമ്മു എങ്ങനെയുണ്ട് ക്യാമൽ റൈഡ്? തറകളൊന്നും ഇട്ടില്ല, അങ്ങനെ തന്നെ. കരഞ്ഞ് കണ്ണട വെച്ചത് കൊണ്ട് കണ്ണീര് പുറത്ത് കെട്ടില്ല, രണ്ടുപേരും കരഞ്ഞു. ഗൈസ്, അങ്ങനെ നമ്മൾ ക്വാഡ് ബൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന്. അമ്മു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ഓട്ടിച്ചു. ഓട്ടിപ്പൊക്കെ നമുക്ക് വീഡിയോക്കകത്ത് കാണാവേ. അത് വളയുമ്പോൾ മാത്രം നല്ലതുപോലെ ഓട്ടിച്ച്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഉള്ള കുഴപ്പങ്ങളേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഓട്ടിച്ച്. ഇനി നമ്മൾ അടുത്ത ഡെസേർട്ടിനുള്ളിലേക്ക് പോവാണ്.
ഡ്യൂൺ ബാഷിംഗ്, സാൻഡ് ഡ്യൂണിങ്, എന്തോ പേര്. അവിടെ പോയിട്ട് എന്നെ കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ വണ്ടിയിൽ കയറി ഡ്യൂൺ ബാഷിങ്ങിന് വേണ്ടിയിട്ട് മമ്മി അമ്മ എല്ലാവരും ഉണ്ട്. മ്യൂസിക് ഒക്കെ ഇപ്പൊ സെറ്റ് ആണ് ഗൈസ്. നമ്മള് മമ്മി പേടിച്ച് അങ്ങനെ ഡെസേർട്ടിന്റെ നടുക്ക് എത്തിയിരിക്കുന്ന ഗൈസ്. ഡ്യൂൺ ബാഷിംഗ് ഈസ് സൂപ്പർ, സോ ഫൺ, സോ അഡ്വഞ്ചറസ്. അടിപൊളിയായിരുന്നു ഗൈസ്. എല്ലാവരും ലൈഫിൽ വൺ ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഡ്യൂൺ ബാഷിംഗ്. നമ്മളങ്ങനെ ഡ്യൂൺ ബാഷിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ആണ് ബെല്ലി ഡാൻസ്, അങ്ങനത്തെ പല പല അറബിക് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. നമ്മൾ ആദ്യമേ വന്നത് ആ ഫ്രണ്ടിൽ തന്നെ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടും. സോ നമുക്കെല്ലാം കാണാം. ശേഷം നമുക്ക് കോഫിയും വെള്ളവും കിട്ടി. ഇവിടെ ആണ് എല്ലാവരും ഡാൻസ് കളിക്കുന്നത്. ഗൈസ്, നമുക്ക് ഫുഡ് കിട്ടി. ചിക്കൻ ബാർബിക്യൂ, നൂഡിൽസ്, റൈസ്, കുബൂസ് ഉണ്ട്. അവിടെ കുറേ സാലഡ് ഉണ്ട്, പാസ്ത ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഈ പ്ലേറ്റിൻ്റെ അടിയിലാണെന്നേ ഉള്ളൂ ഗൈസ്. എല്ലാം കൂടി ഈ പ്ലേറ്റിനകത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതേ ഉള്ളൂ പ്രശ്നം. ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കാം.
ഗൈസ് നമ്മൾ അങ്ങനെ ഡെസേർട്ട് സഫാരി എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പൊക്കോണ്ടിരിക്കും. നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറി തിരിച്ച് റൂമിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഡെസേർട്ട് സഫാരി എല്ലാം അടിപൊളിയായിരുന്നു ഗൈസ്, ഒന്നും പറയാനില്ല. എല്ലാം അടിപൊളി, എല്ലാ ആക്ടിവിറ്റീസും അടിപൊളിയായിരുന്നു. ഡ്യൂൺ ബാഷിംഗ് അതാണ് ഏറ്റവും അടിപൊളി. അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടില സാധനം. ഇവിടെ ഓരോരുത്തർക്ക് പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ മണ്ടയ്ക്കും അവിടെ ഇവിടെ എല്ലാം പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചിലവര് ക്യാമൽ റൈഡിങ്ങിലൊക്കെ കേറിയിട്ട് കണ്ണാടി വെച്ചോണ്ട് കണ്ണീരാരും പുറത്ത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മുടെ ക്യാമ്പിലെ പ്രോഗ്രാംസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. പല പല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പറയേണ്ട ഒരു സംഭവമാണ് ഫയർ ഷോ. കിടിലെന്ന് പറഞ്ഞാൽ കിടില സാധനം. എല്ലാവരെയും ഞെട്ടിപ്പോയി. അത്രയും അടിപൊളിയായിട്ടുള്ള സാധനമായിരുന്നു. ഒരാളൊക്കെ പേടിച്ച് മമ്മിയുടെ മടിയിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡിന്റെ കാര്യം പറയാനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അറബിക് ഫുഡ് ആയതുകൊണ്ട് എരിയും പുള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര പിടിക്കത്തില്ല. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. നല്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. എല്ലാം വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിടിക്കത്തില്ല. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും എക്സ്പീരിയൻസ്. നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ഡേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ആരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ബൈ ബൈ.